ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മോമോസിൻ്റെ കൂടെയൊക്കെ കിട്ടിയ ഒരു ചട്നി. ആ ചട്നിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതിനെ ഞാൻ 2 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് ഒന്ന് 4ആയിട്ട് സൈഡിലൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 തക്കാളി ഞാൻ അതേപോലെ ഒന്ന് മുറിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കുകയാണ്. കൂടെ ഒരു 6 വറ്റൽമുളക്, അത് ഓരോ മുളകിൻ്റെയും എരിവിനനുസരിച്ച് എടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അപ്പോൾ ഒരു 6 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ 2 തക്കാളിയാണ്. കൂടെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിളച്ചെടുക്കാൻ വരാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി ചേർത്ത് നമുക്കതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിതാ തക്കാളിനെയും മുളകിനെയും ഗാർലിക്കൊക്കെ അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഒരു ടൈമിൽ നമുക്ക് ആ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനാണ് ആ ഒരു 4 പോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടത്. അപ്പോൾ നമുക്ക് വേഗം തൊലിൻ്റെ മുകളിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി. ഇനി നമുക്കിതിനെ തണുക്കാൻ വെക്കണം. ഈ തക്കാളിയൊക്കെ നല്ല ചൂടല്ലേ നമ്മളെടുത്ത്. അതൊന്ന് തണുത്ത ശേഷം നമുക്കതിനെ ഒന്ന് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ തീരെ തക്കാളീൻ്റെ അരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാനിതൊരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഇപ്പം അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളീൻ്റെ പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇതൊക്കെ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് നോക്കുക. അപ്പം നമുക്ക് കുറച്ചൊരു മധുരം അങ്ങനെ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചൊരു 2-3 നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തതുകൊണ്ട് അത്യാവശ്യം മധുരമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ മോമോസിൻ്റെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ചട്നിയാണ്. അപ്പം ഇത് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മോമോസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും മോമോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കി നോക്കുക. മോമോസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.